നമ്മുടെ ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈ കൊണ്ടുപോയി അമ്പത്തൂരിൽ അത് എത്തിച്ചു. നമ്മുടെ ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ VSSC നടത്തിയ അന്വേഷണത്തിൽ തന്നെ ചില രാസ ലായനികൾ ഉപയോഗിച്ച് അത് വേർതിരിച്ച് അവർ അടിച്ചു മാറ്റി എന്ന് തന്നെയാണ് ഇന്ത്യയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിക്കലും അതുപോലെ തന്നെ അക്രലിക് പോളിമറും ഇതായിരുന്നു അല്ല, ഈ രണ്ട് സാധനം ഉപയോഗിച്ച് അവർ രാസലായനി ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. VSSC ആണ് നമ്മൾ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം? അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്താലും തെറ്റാണ്. 1 രൂപയുടെ ബോണ്ട് കട്ടാലും അടി തന്നെയാണ്, 1 ലക്ഷം രൂപയുടെ സാധനം കട്ടാലും അടി തന്നെയാണ്. കളവ് തന്നെയാണ്. ഇത് രാഷ്ട്രീയമല്ല എൻ്റെ അകത്ത്. കൂട്ടി നിന്നവരും പ്രശ്നക്കാരാണ്. അതൊരു വശം നിൽക്കുക അല്ല, വ്യക്തിപരമൊക്കെ ആലോചിച്ചാലേ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പില് എനിക്ക് ഈ പോക്ക് പോയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഈ ശബരിമല വിഷയമായിട്ട് മാറും, ഉറപ്പാണ്. അല്ല, അതിലൂടെ ഈ വിഷയം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഒരു പൊതുപ്രവർത്തകരാണ് ചർച്ച ചെയ്യും. പക്ഷേ അതല്ല പ്രശ്നം. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ ഇതിനിടയിലൂടെ ഊർന്ന് രക്ഷപ്പെട്ടു പോകുമെന്നാണ് എൻ്റെ പേടി. അല്ല, രക്ഷപ്പെടാൻ അങ്ങോട്ട് പറഞ്ഞനുസരിച്ച് രക്ഷപ്പെടാൻ പഴുതില്ല, രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ചു വാക്കിൽ നിൽക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതിൻ്റെ അകത്ത് മുഖം നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെന്നൈയിലേക്ക് മടങ്ങി വന്ന നമ്മുടെ ലായനിയും ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഈ ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ ഒരു വ്യത്യാസമായിട്ട് വരുത്തിയിരിക്കുന്ന ഒരു പ്രോസസ്സിൽ കണ്ടെത്തിയ ഒരു സംഭവമാണ്. തുടക്കം മുതലേ ഇവരുടെ ഡിബേറ്റ് എന്തും തന്നെ നോക്കി ഇത് ശരിയാണ് അവർ ചെയ്ത പ്രോസസ്സെന്ന് ആദ്യം മുതലേ അവർ ഉറച്ചു നിന്നതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട്. അതാണ് സത്യം പുറത്തേക്ക് വന്നു. ഇന്നത് മറച്ചു വെക്കാനൊന്നുമില്ല. ആദ്യം പറഞ്ഞ ചെമ്പ് പാളിയാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്, അത് തെറ്റി. എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഡോക്ടർ ഗോപന്തൻ ഉണ്ടായിരുന്നു. ഇത് ദാരുശില്പമായതാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടുമല്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ദാരുശില്പം എന്ന് പറഞ്ഞാൽ ഇത് മരം കൊണ്ടുണ്ടാക്കുന്ന ശില്പമാണ്, ഇത് കൃഷ്ണശ്വരിയാണ്. സാർ ആരോ പറഞ്ഞിട്ട് കേട്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും, അതിലേക്ക് കടക്കുക എന്ന് പറഞ്ഞപ്പോൾ അടുത്തത് പിന്നെ ഇവിടെ മെർക്കുറി പ്രോസസ്സ് ഇത് ജപ്പാൻ ടെക്നോളജി അനുസരിച്ചിട്ട് ഇവിടെ അനുവാദ്യമല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ 2017 നിങ്ങൾ ശബരിമല വെച്ച് തന്നെയല്ലേ മെർക്കുറി പ്രോസസ്സിൽ തന്നെയല്ലേ കൊടിമരം ചെയ്തത്, അപ്പോൾ ഈ ജപ്പാൻ ടെക്നോളജി എവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ ആ വ്യാഖ്യാനവും മാറി. അങ്ങനെ ഓരോന്നും മാറി അവസാനം ഇവർ കൊള്ള സമ്മതിച്ചിട്ടുണ്ട്, ഇത് സ്വർണം പോയിട്ടുണ്ടെന്നുള്ളത്. ഇനി ടെക്നോളജിയിലേക്ക് കിടക്കുകയാണെങ്കിൽ പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ മെർക്കുറി പ്രോസസ്സ് ചെയ്യുമ്പോൾ മെർക്കുറി ഇവാപ്പറേറ്റ് ചെയ്തു പോവും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മെർക്കുറി ഉണ്ടാകുള്ളൂ. അത് ISRO സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അതിലവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രോസസ്സിൽ നിക്കലുണ്ടായിരുന്നുവെന്നും സ്വർണം കണ്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതും കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നുണ്ട്. SIT പോകുന്നത് ഏകദേശം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. ഇതേ അവർക്കിപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഡേറ്റിംഗ് പ്രോസസ്സ്. ഈ പറയുന്ന പുതിയ സംഭവമാണ്, ചെമ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പഴയത് കൊണ്ടുപോയി ആൻറ്റിക് വാല്യൂ ഉണ്ടായിരുന്നു, അതാണ് അടുത്ത തർക്കം. അപ്പോൾ അതിൻ്റെ ഡേറ്റിംഗ് പ്രോസസ്സ് വഴി ഇത് കണ്ടുപിടിക്കാൻ പറ്റും. 2 വർഷം മുമ്പുള്ള ചെമ്പാണോ 25 വർഷം മുമ്പുള്ള ചെമ്പാണോ, അതും അവർ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ആ വഴി കൂടി പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. രത്നച്ചുരുക്കം 15 കിലോ മുകളിലുണ്ടെങ്കിൽ 15 കിലോ സ്വർണം താഴെയുള്ളത് കളവ് പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത് ഭണ്ഡാരി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൻ്റെ പുറയിൽ. അതും വളരെ വ്യക്തമാണ്. കാരണം ടെക്നോളജി നാനോ ടെക്നോളജി പുതിയ സിസ്റ്റമാണ്. അതായത് ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് മൊത്തം 2 കോടി വെച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ മുക്കുപണ്ടം ഉണ്ട്. സ്ത്രീകളത്ത് ചോദിച്ചറിയാൻ പറ്റും മുക്കുപണ്ടവും ഗ്യാരണ്ടി 6 months എന്ന് പറഞ്ഞാൽ ദാറ്റ് ടെക്നോളജി ഇസ് ഡിഫറെൻറ്റ്. നാനോ ടെക്നോളജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ വളരെയധികം കുറച്ചുള്ള സിസ്റ്റം മതി. അവിടെ ഗോൾഡ് അപ്ലൈ ചെയ്താൽ മതി. ഇത് അറിയാവുന്നവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഭണ്ഡാരിക്ക് അറിയാവുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഇത് അയാളുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഈ ടെക്നോളജി പറഞ്ഞു കൊടുത്തിട്ട് ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ബിസിനസ് പ്രൊമോഷനായിട്ട് ചെയ്തതാണ്. ഇത് വേറെ രൂപത്തിലേക്ക് പോയിന്ന് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ, ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.